GFRP, Glass Fiber Reinforced Polymer. ഈ ഗ്ലാസ് ഫൈബർ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല. നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ കെട്ടായിട്ടാണ് വരാം. ആൾക്കാരുടെ യൂസ് എളുപ്പത്തിന് വേണ്ടി നോക്കുക, എത്ര വളരെ ലൈറ്റ് വെയിറ്റാ. ജനറൽ ബിൽഡിങ്ങിന്റെ ഏജ് എന്ന് പറയുന്നത് 30 to 40 years ആണ്. കോസ്റ്റിന്റെ പാർട്ട് പറയുകയാണെങ്കിൽ നിലവിൽ നമ്മൾ കോസ്റ്റ് അനലൈസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. 500-1000 വർഷങ്ങളൊക്കെ മുമ്പ് പഴക്കമുള്ള കൊട്ടാരങ്ങൾ, അമ്പലങ്ങൾ, പഴയ അമ്പലങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ? നിലനിൽക്കുന്നതിന് കാരണം അതിൽ കമ്പി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിന്റെ നഗ്ന സത്യം. ഇത് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ആണ്. നമ്മുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് ഗുജറാത്തിൽ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നു, ആദ്യമായിട്ട് വർക്ക് എടുക്കുന്നു, ഈ സാധനം വർക്ക് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും നിൽക്കുന്നത് തുഷാർ ഫ്ലോറിംഗ് സെലക്ഷൻ ആട്ടോ പാലക്കാട്. ഈ വഴി പോണ സമയത്തും ജസ്റ്റ് ഇവിടെ കയറി നോക്കിയാണ്. അപ്പോൾ ഒരു ലോഡ് കയറി കൊണ്ടിരിക്കുന്നുണ്ട് GFRPന്റെ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചോദിച്ചു നോക്കാം. അതും മുകേഷ് ഭായ് നമസ്കാരം. നമസ്കാരം, വെൽക്കം. എന്താ അല്ല, ഈ വഴി പോയപ്പോൾ കയറി നോക്കിയാണ്. ഒരു മിനിറ്റ് ഒന്ന് മൈക്ക് ഒന്ന് ഇവിടെ വെക്കട്ടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. സന്തോഷം. പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ, കുറച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് ടൈലും GFRPയും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു. ഇന്ന് GFRPന്റെ മാത്രം വീഡിയോ ചെയ്യാലോ? എങ്ങോട്ടാ ലോഡ് പോകുന്ന പറഞ്ഞാൽ ഇത് നമുക്ക് പോകുന്നത് എറണാകുളത്തേക്കാണല്ലേ? 1600 മീറ്റർ ആണ് ഇപ്പൊ ഈ വണ്ടിയിൽ. സ്റ്റീൽ ആണെങ്കിൽ ഇതിനെക്കാട്ടും 3 ഇരട്ടി വലിയ ട്രെയിലർ വേണം, 5 ഇരട്ടി ആൾക്കാർ വേണം, കേട്ടണം, ഇറക്കണം, ഒരുപാട് ബുദ്ധിമുട്ട്. എത്ര സമയം പിടിക്കറിയോ? ഇതിപ്പോ ഒന്നും സമയം എടുത്തില്ല. ഇതില് ചെറിയ ചെറിയ കെട്ടായിട്ടാണ് വരാം. ആൾക്കാരുടെ യൂസ് എളുപ്പത്തിന് വേണ്ടി നോക്കുക, എത്ര വളരെ ലൈറ്റ് വെയിറ്റാ. ഒരു 2 വിരൽ കൊണ്ട് പോകാൻ തോന്നുന്നു. നമുക്കിത് കട്ട് ചെയ്ത് എങ്ങനെയാണ് ഇതിന്റെ ചെറിയൊരു നമുക്ക് സ്ലാബ് ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇതൊരു കോളം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആള് കൂടെ ഉണ്ട്. സുബ്രഹ്മണ്യൻ ചേട്ടനാണ് ഇവിടെ സെന്ററിങ് വർക്ക് ചെയ്യുന്ന. പാലക്കാട് ജില്ലയിലെ പല ഏരിയയിൽ സെന്ററിങ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആള് ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഒരു ഡിഫറൻസ് പറഞ്ഞു തരുമല്ലോ, പിന്നെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഇതൊന്ന് കെട്ടി കാണിക്കാൻ വേണ്ടിട്ട് തുഷാർ ഫ്ലോറിംഗ് സെലക്ഷന്റെ മേലെ ഏറ്റവും ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് കാണിച്ചു കൊടുത്താൽ ഇത്രയും വലിയ ഗോഡൌൺ ഉണ്ട്. ഗോഡൌൺ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒറ്റ മിനിറ്റ് നോക്കുക. ആ അറ്റം മുതൽ ഇതാണ് കേട്ടോ മേലെ വ്യൂ. ഹിതേഷ് ഭായിന്റെ തുഷാർ ഫ്ലോറിംഗിന്റെ ആറ്റം മുതൽ ആറ്റം കാണുന്നില്ല, ഇതിലത്തെയും കാണുന്നില്ല. ഇവിടെ ഫ്രണ്ടിലൊക്കെ അടിപൊളി. ഇതാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 5 കമ്പി നമുക്ക് 12 മീറ്റർ ലെങ്ത്തിന് കിട്ടി. इसको लंबा कर दो, लेंथ कर दो. ഇത് 12 മീറ്ററിന്റെ 5 കോയിൽ, 5 ലെങ്ത് ആണ് ഇതിലുള്ളത്. ഇതിപ്പോ നമുക്ക് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. 50 മീറ്റർ, 100 മീറ്റർ, 300 മീറ്റർ ഒക്കെ നമുക്ക് വരെ സിംഗിൾ കോയിലിൽ സാധനം കിട്ടും. ഡിപ്പെൻഡ് ചെയ്യുന്നത് സൈറ്റില് റിക്വയർമെന്റ് അനുസരിച്ച് ഓർഡർ കൊടുത്ത് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും പാക്കിംഗ് വരുന്നത്. ഇത് 300 മീറ്റർ സിംഗിൾ കട്ടായിട്ട് വരും. അപ്പൊ സൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലാപ്പ് അടിക്കേണ്ട ആവശ്യം വരില്ല. അത് കിട്ടുന്നതേ നമ്മുടെ കമ്പി കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആള് ചോദിച്ചിരുന്നു ഇത് തുരുമ്പ് പിടിച്ചു പോലെയെന്ന്. അത് വളരെ നല്ല ഡൗട്ടാണ്, വളരെ ജെന്യൂൻ ഡൗട്ടാണ്. അത് തുരുമ്പ് പിടിച്ചു പോകും. പക്ഷെ ഇപ്പൊ ഈ കെട്ട് കമ്പി എന്നുള്ളത് സാധനം കെട്ടാൻ വേണ്ടി മാത്രമുള്ളതാ. കെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെന്ററിങ് വർക്ക് നടക്കുന്നത് ചിലപ്പോൾ 4 to 5 days ആയിരിക്കും. ഈ 4 to 5 days ഈ വെച്ച കമ്പി അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ട് കമ്പി ഉപയോഗിക്കുന്നത്. അതിന് മുകളിൽ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് വലിയൊരു പ്രസക്തി ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് കെട്ട് കമ്പി തുരുമ്പ് പിടിച്ച പ്രശ്നമില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫൈബറിൽ ഈ സാധനം നമുക്ക് ഫ്യൂച്ചറിൽ വരും. മാത്രമല്ല കേബിൾ ടൈപ്പ് ഉപയോഗിക്കാമല്ലോ. അത്രേ ഉള്ളൂ. കറക്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോളം കൂടി ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം. കോളമോ നമുക്ക് ബീമോ എങ്ങനെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. പ്ലിന്ത് ബീം. ഇപ്പൊ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്നേഹം അതിൽ പറയും പാലക്കാടില്, എല്ലാവരും എങ്ങനെയാണോ എനിക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ അതിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം അവരിപ്പോ സാധാരണ റീഇൻഫോഴ്സ്മെന്റ്സ് ഒന്നും കൊടുക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ മിനിമം 6 mm റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനിയും സ്ട്രെങ്ത് ആവും ചെയ്യും, അതിന്റെ വെയിറ്റ് കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിൽ നിന്നുണ്ട്. അത് നമുക്ക് എന്തായാലും വിശദീകരിച്ച് ഒന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് താഴെ പോയി ചെയ്യാം. ഈ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇതൊരു ഡ്രെയിനേജ് സ്ലാബിന്റെ മേറ്റാണ് കെട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റ് കയറി ഇറങ്ങുന്ന വാഹനം കയറാനുള്ള ഒരു സ്ലാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സാധനം മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ റെക്കോർഡ്സ് അല്ലെങ്കിൽ സർവേ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ ബിൽഡിങ്ങിൻ്റെ ഏജ് എന്ന് പറയുന്നത് 30 to 40 years ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബിൽഡിംഗ്. മാക്സിമം 50 വർഷം. ഈ 50 വർഷം ബിൽഡിംഗ് നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണക്കാരെന്ന് പറയുന്നത്
പറഞ്ഞൊന്നും വിചാരിക്കരുത്, അത് നമ്മുടെ കമ്പി തന്നെയാണ്. അത് ഞാൻ എക്സാമ്പിൾ കൊണ്ട് പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ രാജസ്ഥാനാണ്, നിങ്ങൾക്കറിയാലോ. രാജസ്ഥാനിൽ ഇഷ്ടംപോലെ കൊട്ടാരങ്ങളുണ്ട്. കുറെ വർഷങ്ങളായിട്ട് 500-1000 വർഷങ്ങളൊക്കെ മുമ്പ് പഴക്കമുള്ള കൊട്ടാരങ്ങൾ, അമ്പലങ്ങള്, പഴയ അമ്പലങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ അറിയോ? നിലനിൽക്കുന്നതിന് കാരണം അതിൽ കമ്പി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിന്റെ നഗ്ന സത്യം. കാരണം ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഈ കമ്പി, ഈ ഒരു എഡ്ജ് നോക്കാം നിങ്ങൾക്ക്. ഈ കമ്പി എക്സ്പോസ്ഡ് ആണ്, തുരുമ്പിടിച്ച് കഴിഞ്ഞു. ഈ തുരുമ്പാണ് ഈ ബിൽഡിങ്ങിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്നാണ് ഈ തുരുമ്പ് കേറി കംപ്ലീറ്റ് ഏരിയയിൽ ലീക്കേജ് എന്ന പോലെ വരും. അത് ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെ ഒരു ഓപ്പണിംഗ്. നമ്മൾ അതുകൊണ്ട് പറയാൻ കാരണം, ഈ ഒരു പ്രൊഡക്റ്റ് റെവല്യൂഷണറി ആണ് എന്ന് പറയാനുള്ള മെയിൻ കാരണം ഇതിന് കൊറോഷൻ ഇല്ല. ബിൽഡിങ്ങിന്റെ ബാക്കി മെറ്റീരിയൽസ് പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാരണം സിമെന്റ്, കല്ല്, മെറ്റൽസ്, അതിനൊന്നും ഒരു എക്സ്പയറി ഇല്ല. പക്ഷെ കമ്പിക്ക് എക്സ്പയറി ഉണ്ട്. ബിൽഡിങ്ങിന്റെ ആയുസ് തീരുമാനിക്കുന്നത് തന്നെ കമ്പിയാണ് അല്ലേ? അതെ, കമ്പി തുരുമ്പ് എടുക്കുന്നതുകൊണ്ടാണ് ഈ 40-50 വർഷം എന്ന് പറയുന്നത്. അതെ അല്ലേ? അത് ഇനി പെട്ടെന്ന് തുരുമ്പ് പിടിച്ച 40 അല്ല 30 ആവും, 20 ആവും. പക്ഷെ ഇതിന്റെ പകരം ഞാൻ GFRP അന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഇത്രയും ലേറ്റ് ആയിട്ട് വരാൻ കാരണം എന്താ പോലും എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. പക്ഷെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് വരുമോ എന്ന് മാറിയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. കോളംസ്, ബീംസ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കാര്യം ആൾക്കാർ ഡൗട്ട് ഉണ്ട്, ഇതുകൊണ്ട് എങ്ങനെ കോളം ഉണ്ടാക്കാം, എങ്ങനെ സ്ലാബ് ഉണ്ടാക്കാം, ഒക്കെ ഐഡിയ ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പെട്ടെന്ന് വന്ന സ്ഥിതിക്ക് പെട്ടെന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കി ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമേ ഇതിലുള്ളൂ. നോർമലി ഇത് ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരിക്കലും ബെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാൻഡേർഡ് സൈസസിൽ GFRP സ്റ്റിറപ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അടുത്ത കൺസൈൻമെന്റ് വരുമ്പോൾ അതും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 100% നമുക്ക് അത് തന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ 100% GFRP ഉപയോഗിക്കാൻ പല ആൾക്കാർ മടിക്കും. എനിക്ക് ഷുവർ, നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഒരു പുതിയ സാധനം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫുൾ ആയിട്ട് വിശ്വസിക്കുക. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് 50% GFRP, 50% നോർമൽ TMT. അങ്ങനെ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ എഞ്ചിനീയറുടെ കോൺഫിഡൻസ്, നമ്മുടെ കോൺട്രാക്ടറുടെ കോൺഫിഡൻസ് ബിൽഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാമല്ലോ. യെസ്. ഓണറാണെങ്കിലും നിങ്ങളെ യൂട്യൂബ് ചാനലാണെങ്കിലും അവർ ഉദ്ദേശിച്ചിട്ട് പറയില്ല, പൊതുജനങ്ങൾക്ക് കാഴ്ചപ്പാടിനോടുകൂടി പറയുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് പൊടി എങ്ങനെയായിട്ട് പീസായിട്ടുള്ള മെറ്റീരിയൽസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിതിന് പൊട്ടിച്ച് തല്ലി ചതച്ച് നോക്കിയത്. മനസ്സിലായോ? ഇല്ല, പൊട്ടിച്ച് നോക്കിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഒന്നും കുഴപ്പം പറയാനില്ല. 2 സ്ലാബ് ഉണ്ടാക്കിയല്ലോ, ഒരു കോളം ഉണ്ടാക്കി, ഒരു സ്ലാബ് ഉണ്ടാക്കി. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നു, ആദ്യമായിട്ട് വർക്ക് എടുക്കുന്നു, ഈ സാധനം വർക്ക് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ ഒരു പുതിയ സംഭവത്തിൽ വർക്ക് ചെയ്യുന്ന പോലെ ഫീൽ ഉണ്ടായോ? കമ്പിയിൽ പണി ചെയ്യുന്നതിനേക്കാളും പകുതി നമുക്ക് ബുദ്ധിമുട്ടേ ഇതിൽ വരുന്നുള്ളൂ. ഒരു കമ്പിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരാളിനെ കൊണ്ട് താൻ നിർത്തി കട്ടി ഒക്കെ ചെയ്യണം. ഇതിലൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റി, പ്ലസ് കമ്പിയെ പോലെ തന്നെ വർക്ക് ചെയ്യാനും പറ്റി. വർക്ക് ഈസിയായി. എന്നാൽ പുതിയ ഒരു സംഭവം ചെയ്യുന്ന പോലെ ഒരു ഫീൽ വന്നില്ല. നമ്മൾ പെൻസിലും കൊണ്ട് എഴുതുന്നു, പേനയും കൊണ്ട് എഴുതുന്നു, മാർക്കറും കൊണ്ട് എഴുതുന്നു എന്നൊരു ഡിഫറൻസ് അല്ല, പെൻസിൽ ടു പെൻസിൽ എന്നുള്ള ഡിഫറൻസ് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ എന്തായാലും സുബ്രഹ്മണ്യൻ ചേട്ടാ, നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മൾ പറയുന്നത് GFRP, ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ. ഈ ഗ്ലാസ് ഫൈബർ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. ഈ ഒരു ടിപ്പിൽ ഈ ത്രെഡ് പോലെ കാണുന്ന സാധനങ്ങളാണ് ഗ്ലാസ് ഫൈബേഴ്സ്. അതെല്ലാം റെസിനോട് കൂടി ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ ആണെങ്കിലും ഇറ്റ്സ് വെരി 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 ഹാർഡ്. ഭയങ്കര ഹാർഡാണ്, ഭയങ്കര സ്ട്രോങ് ആണ്. ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ സാധാ TMT-നെക്കാട്ടിലും ഭയങ്കര കൂടുതലാണ്. വേൾഡിൽ ഏകദേശം 20-30 വർഷമായിട്ട് യൂസ് ആവുന്നുണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക, ചൈന, ഇസ്രായേൽ, അങ്ങനത്തെ പല കൺട്രീസിൽ യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ, ഏകദേശം ഒരു 7-8 വർഷമായിട്ട് ഇന്ത്യയിലുണ്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റോഡ്സ്, ബ്രിഡ്ജസ്, അതിലേക്കാണ്, ഗ്രൗണ്ട് ഫ്ലോർസ്, അങ്ങനത്തെ ഏരിയാസിലേക്കാണ്. ഇപ്പോഴാണ് നമുക്ക് ഇത് റെസിഡൻഷ്യൽ പേർപ്പസിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. ഇത് എന്ന് പറയുന്നത് ഒരു 8 mm ഡയ ഉള്ള റോഡാണ്. 8 mm സാധാ 8 mm സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് 850 അടുത്ത് വരും. നമ്മുടെ ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് പ്ലസ്
വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ TMT 400 ഗ്രാം ആണെങ്കിൽ, ഒരു മീറ്റർ 400 ഗ്രാം ആണെങ്കിൽ ഇതിന്റെ വെയിറ്റ് വെറും 100 ഗ്രാമാ. അപ്പോൾ 100 ഗ്രാംസ് പറയുമ്പോൾ 25% ഇതിന്റെ വെയിറ്റ് ഉള്ളൂ. എന്നാൽ സ്ട്രെങ്ത് മറ്റേതിനെക്കാട്ടിലും കൂടുതലുമാണ്. പ്ലസ് അത് മാത്രമല്ല, ഇത് ഒരിക്കലും നമുക്ക് തുരുമ്പ് പിടിക്കില്ല. നിങ്ങൾ എന്ത് കാരണവശാലും എന്ത് ചെയ്താലും ഒരിക്കലും ഇതിനൊരു കൊറോഷനോ ആസിഡ് റിയാക്ഷനോ ഹീറ്റിങ്ങോ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ TMT ആണെങ്കിൽ ചൂടായ എക്സ്പാൻഡ് ചെയ്യും, കുറയും ഒക്കെ സംഭവിക്കും. ഇതിൽ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ പറയാൻ സംഭവം തന്നെ ഇല്ല. നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെ ഈ സാധനം കാലാകാലം നിലനിൽക്കും. പ്ലസ് കോസ്റ്റിന്റെ പാർട്ട് പറയുകയാണെങ്കിൽ നിലവിൽ നമ്മൾ കോസ്റ്റ് അനലൈസ് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്. നിങ്ങൾ ഈ സാധനവും മറ്റേ സാധനവും കൂടിയിട്ട് ഇത് ഒരു TMT ബാറും ഇത് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വരുന്നത് ഒരു മീറ്ററിന് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രൈസ് ഫോർ എക്സാമ്പിൾ TMTക്ക് ഏകദേശം 28 rupees ആണ് പെർ മീറ്റർ വരുന്നത്. ദാറ്റ് ഈസ് 70 rupees per kg into 400 grams 0.4 ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 28-30 rupees കിട്ടും. അതേ സമയത്ത് ഈ സാധനം നമുക്ക് പ്രൈസ് വരുന്നത് 25 rupees ആണ്. ബെനിഫിറ്റ്സ് വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിന്റെ ലോഡിങ് അൺലോഡിങ് ഭയങ്കര ഈസിയാണ്. റേറ്റ് കുറവായതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും യാതൊരു പ്രശ്നമില്ല. ഒരു ചെറിയ വണ്ടി ആണെങ്കിൽ കൂടി നമുക്ക് ലൈക്ക് മീറ്റേഴ്സ് തൗസൻഡ്സ് ഓഫ് മീറ്റേഴ്സ് നമുക്ക് എവിടെ വേണ്ടി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. കേരളത്തിൽ പ്രത്യേകിച്ച് ലോഡിങ്ങോ അൺലോഡിങ്ങോ വലിയൊരു വിഷയമായിട്ട് വരുന്നില്ല. ഇനി ഈ 2 കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷനിലും പ്ലസ് ലോഡിങ് അൺലോഡിങ്ങിലും. മൂന്നാമത്തെ കോസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സൈറ്റിൽ ലേബേഴ്സിന് ഒരുപാട് ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുപോകണോ ഗ്രൗണ്ട് ഫ്ലോറിൽ കൊണ്ടുപോകണോ എവിടെയെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യണോ ഷിപ്പ് ചെയ്യണോ ഒന്നും 2 ആൾക്കാർ വിചാരിച്ചാൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം. ആ 2 പേർക്ക് തന്നെ 2 ആൾക്കാർക്ക് തന്നെ പണിയും എടുക്കാൻ പറ്റും. ഡയറക്റ്റ് ഒരു വർക്കറെ കൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് സൈസാണോ ആ സാധനം വലിച്ചുകൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഡിഫിക്കൽട്ടി ഇല്ല. അപ്പോൾ അതാ പറയുന്നത് 5 ലേബർ ആവശ്യമുള്ള സൈറ്റിലേക്ക് 3 ലേബേഴ്സ് മതി. 5 ദിവസം പണി എടുക്കേണ്ട സ്ഥലത്ത് 3 ദിവസം പണി എടുത്താൽ മതി. ഇങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് 20-30% കോസ്റ്റ് നമുക്ക് ലേബറിലും സമയത്തിലും ലാഭിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ബെൻഡ് ചെയ്യാൻ കഴിയില്ല. 90 ഡിഗ്രിയോ 45 ഡിഗ്രിയോ ആംഗിളിലോ ഇത് നമുക്ക് ക്രാങ്ക് ചെയ്യാനോ സ്റ്റിറപ്സ് കൊടുക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിറപ്സ് കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ തന്നെ റെഡിമെയ്ഡ് സ്റ്റിറപ്സ് വരാറുണ്ട് സ്പെസിഫിക് സൈസിൽ. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് സാധാ TMT എടുത്തിട്ട് അത് ബാർ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. കാരണം ഒരു ന്യൂ മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവരും എന്താ പറയുക, ഒരു പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ ചിലപ്പോൾ മടിക്കാൻ ചാൻസ് പേടി ഉണ്ടാവും. ക്ലയൻസിന് ഉണ്ടാവാം, കോൺട്രാക്ടേഴ്സ്ക്ക് ഉണ്ടാവും, എഞ്ചിനീയേഴ്സിന് ഉണ്ടാവാം. അപ്പോൾ ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ 100% GFRP യൂസ് ചെയ്യണം ഞാൻ പറയുന്നില്ല. യു ട്രൈ ടു യൂസ് ഇറ്റ് വിത്ത് ദ നോർമൽ TMT. അങ്ങനെയാണല്ലോ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ ഒരു 50% യൂസ് കുറഞ്ഞാൽ തന്നെ ഈ 50% തന്നെ നിങ്ങൾക്ക് കോസ്റ്റിൽ ഒരുപാട് ലാഭം വരും. ഇത് ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്. നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഗുജറാത്തിൽ. അവിടുന്നാണ് ഈ സാധനം വരുന്നത്. ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് സൗത്ത് ഇന്ത്യ. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ 4 സ്റ്റേറ്റിലും നമ്മളാണ് ഇതിന്റെ കംപ്ലീറ്റ് സപ്ലൈ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവിടേക്കും ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്കും എല്ലാവിടെയും കസ്റ്റമർ നെറ്റ്വർക്ക് ഡെവലപ്പ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലോ എവിടെ ഈ ആ സാധനം ആവശ്യമുണ്ടോ നമുക്ക് സൈറ്റ് ഡെലിവറി ചെയ്യാൻ പറ്റും. ഒരു അഡീഷണൽ കോസ്റ്റ് ഒന്നും കാര്യമായിട്ട് വരാൻ തന്നെ ഇല്ല. കാരണം ഈ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം തന്നെ സുൽത്താൻ ഭായിയുടെ പല ക്ലയൻസ് വന്നിട്ടുണ്ട്. പല ആൾക്കാർ ഈ സാധനം കൊണ്ടുപോയിട്ടുണ്ട്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, തലശ്ശേരി മാഹെ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട് ഈ മെറ്റീരിയലിന്. നമുക്ക് ഇപ്പോൾ ഇൻ കേസ് ഒരു സാമ്പിളിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നെ വിളിച്ചാൽ മതി. നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റ് ഞാൻ ലിങ്കിൽ ഇട്ടുതരാം. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും. യു ക്യാൻ റിക്വസ്റ്റ് എ സാമ്പിൾ. അതിൽ പോവുക, അഡ്രസ്സ് അടിക്കുക, സൈറ്റിലെ സാധനം നമുക്ക് 1 പീസോ 2 പീസോ ഏതാണ് നിങ്ങൾ വേണ്ടത് സൈറ്റിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ആവും. ഇതിനു വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യം ഇല്ല. ഞാൻ ടൈൽസിൽ പറയുന്നത് നിങ്ങൾ എന്തായാലും തുഷാറിലേക്ക് വരണം, വന്ന് നോക്കണം, ആസ്വദിക്കണം, തൊടണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അതുപോലെ അല്ല ഇവിടെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സൈറ്റ് സാധനം തരാം, നിങ്ങൾക്ക് പരിശോധിക്കാം, ചെക്ക് ചെയ്യാം, നമ്മൾ ഡെലിവറി ചെയ്യും. ശേഷം മാത്രം മതി, നോ പ്രോബ്ലം. കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ്. സ്ട്രക്ചർ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഒരു ബിൽഡിങ്ങിലെ സ്ട്രക്ചർ ആണല്ലോ സ്ട്രെങ്ത്. ബാക്കിയെല്ലാം ഫാൻസി പീസസ് ആണ്. അപ്പോൾ സ്ട്രക്ചർ കൊണ്ട് നമ്മളൊരു അതും വേണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ശരി ഉദേശ് ഭായ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സുൽത്താൻ ഭായ്, താങ്ക് യു.